ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ വീണ്ടും തങ്ങളുപ്പാനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യം തന്നെ ഫതില് പറഞ്ഞു തുടങ്ങാം. അങ്ങനെയല്ല പറയല്, ഫതില് പറയാ. നൂറെ ഹബീബിന്റെ തങ്ങളുപ്പാപ്പന്റെ ഫതില് പറഞ്ഞു തുടങ്ങാം. തങ്ങളുപ്പാപ്പന്റെ ബർക്കത്ത് കൊണ്ട് നമ്മള് 3 ദിവസം മുമ്പ് തങ്ങളുപ്പാപ്പനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. തങ്ങളുപ്പാപ്പന്റെ നൂറെ ഹബീബിനെ ഒക്കെ കുറിച്ചിട്ട്. ആ സത്യം വീഡിയോ 1 ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ കണ്ടിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ് അത്. ആരെങ്കിലും ഇനി അത് കാണാനുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ വീഡിയോയുടെ അവസാനം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ നോക്കി കയറി കണ്ടാലും മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പാർട്ട് 2 ഉണ്ടാകുന്നു. പക്ഷെ ഇത് പാർട്ട് 2 അല്ല. പാർട്ട് 2 നമ്മൾ വേറെ ചെയ്യും. അതിന് കുറച്ചും കൂടി പ്രിപ്പയർഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു മോൻ പറയുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകൾ, ഈ കുട്ടി പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ഇനി ഈ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും സത്യം പറയുന്ന ആ കുട്ടിയുടെ വീഡിയോ എനിക്ക് ഒന്ന് എൻ്റെ ചാനലിലൂടെ ഇടണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിൽ സംസാരിക്കാണ്ടാവും പാർട്ട് 2. ഇതിപ്പോ ഒരു കാര്യം പെട്ടെന്ന് കണ്ടപ്പോ അതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതായത് കല്യാൺ സിൽക്സിലൊക്കെ ആഡി സെയിൽ നടക്കൂലേ, അതേപോലെ തങ്ങളുപ്പാപ്പന്റെ അടുത്ത് ഇപ്പൊ ഒരു ഓഫർ നടക്കുന്നുണ്ട്. എന്താണ് ഓഫർ എന്നല്ലേ? സീറ് മാറ്റി കൊടുക്കുക, സീറ് ബാത്തിലാക്കി കൊടുക്കുക. അത് താൽക്കാലികമാണെങ്കിൽ ഇത്ര ഓഫറും, പരിപൂർണമായിട്ട് മരിക്കുന്നത് വരെ ആണെങ്കിൽ മറ്റൊരു ഓഫറുമാണ്. അപ്പൊ ഏത് ഓഫർ വേണമെന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങള് കൂടപ്പിറപ്പിങ്ങൾക്ക് തീരുമാനിക്കാം. താൽക്കാലികം വേണമെന്നുണ്ടെങ്കിൽ തങ്ങളുപ്പാപ്പന്റെ 3000 രൂപയുടെ ഓഫറുണ്ട്. ഇനി മരണം വരെ ഉള്ളതാണെങ്കിൽ 7800 രൂപയുടെ ഓഫറുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് കൂടപ്പിറപ്പിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ നമുക്ക് തങ്ങളുപ്പാപ്പന്റെ ഓഫറിന്റെ വോയിസ് ഒന്ന് കേട്ടാലോ ആദ്യം. മാരകമായ നിങ്ങളെ തടിക്ക് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഷെയറ് നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റൊരു ചെയ്തൊന്നും പറയണ്ട. അത് നമ്മള് ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. അപ്പൊ നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോഹത്തിന്റെ തകിട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഹർ ഇത് ബാത്തിലാക്കിയാല് ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താന്റെ കാര്യങ്ങൾ ചെയ്യണം. അതായത് വെറും 3000 രൂപക്കാണ് തങ്ങളുപ്പാപ്പ താൽക്കാലികമായി സീർ ബാത്തിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് മരണം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? 7800 രൂപയുടെ ഓഫർ നിങ്ങൾ ചൂസ് ചെയ്യണം. 7800 രൂപയുടെ ഓഫർ നിങ്ങൾ ചൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? മരണം വരെ നിങ്ങൾക്ക് ദീർഘായുസാണ്. മരണം വരെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവും. അതാണ് തങ്ങളുപ്പാപ്പന്റെ ഓഫർ, 7800. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന ആളുകള് എങ്ങനത്തെ ആളുകളാണെന്നറിയില്ല. ഇനി സിഹിർ ഇങ്ങനത്തെ സംഭവങ്ങൾ വിശ്വാസം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്ന്, അങ്ങനെ 2 കാറ്റഗറി ചിലപ്പോൾ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, ഇനി സിഹിർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ഈ സിഹിർ മാറ്റാൻ, എങ്ങനെയാണ് ഇയാൾ പഠിച്ചത്? ഇത്ര എളുപ്പമാണ് ഈ സിഹിർ ബാത്തിലാക്കാനും ഈ സിഹിർ മാറ്റാനും? എനിക്ക് ഇത്ര എളുപ്പമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഈ നമ്മളെ തങ്ങളുപ്പാപ്പ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് കടന്നു വന്നിട്ട്? എന്നാണ് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയത്? അതിനുശേഷം അയാൾ ഇത്രത്തോളം പഠിച്ചോ? അതിന്റെ മുമ്പ് വയനാട് ഏതൊക്കെ ഭാഗത്ത് ടാക്സി ഓടിക്കുന്ന ആളായിരുന്നു. അതിന് മുമ്പ് ഏതൊക്കെ ഫുട്ബോൾ ക്ലബിന്റെ മാനേജർ, ആ രീതിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്ന ഒരാള് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നിട്ട് മരണം വരെ ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സീറ് ബാത്തിലാക്കി കൊടുക്കുന്ന ഒരാളെ ഇങ്ങനെ മാറിയോ? അപ്പൊ അത്രയും എളുപ്പമാണ് അതൊക്കെ. അത്രയും എളുപ്പമാണ് ഒരാൾക്ക് സീർ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ആ സിയർ ബാത്തിലാക്കാനും താൽക്കാലികമായി ബാത്തിലാക്കാനും മരണം വരെ ബാത്തിലാക്കാനും. അതൊക്കെ അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സുഖമാണല്ലോ. 2 വർഷം കൊണ്ട് പഠിച്ചിട്ട് സിയർ മാറ്റാന്, സിയർ ബാത്തിലാക്കാന് ഓഫർ 6500. ഇതെല്ലാം സുഖമാണല്ലോ. ഈ ഒരു കുറഞ്ഞ വർഷത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ പഠിച്ച് സിയർ ബാത്തിലാക്കാൻ കഴിയും. അപ്പൊ ഇത്ര എളുപ്പമാണ്. ഇതിപ്പോ ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം. ആർക്കും ഇതൊക്കെ അങ്ങോട്ട് ബാത്തിലാക്കുക, 1500 ഉറുപ്പ്യം കൊടുത്ത് ഇതൊക്കെ ബാത്തിലാക്കാൻ ഇത്ര നിസ്സാരാണോ? ഇത്ര നിസ്സാരായ കാര്യ ഈ സീറ്? ഇതൊക്കെ കേട്ട് ഇതിന്റെ ഒപ്പം പോണ താത്താരും മരങ്ങൾക്ക് എന്താ കുറച്ചൊരു ബോധം തലച്ചോറിലില്ലേ?
കുറച്ചൊരു ബോധം, കുറച്ചൊരു അന്തം നിങ്ങൾക്ക് തലച്ചോറിലില്ലേ? ഇതെന്താ പ്രശ്നം? സീറുണ്ട് എന്നിട്ട് പറയുമ്പോക്കിന് എന്തായാലും ആര് വന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസം ഉണ്ട്. അപ്പൊ നേരെ എടുത്തിടുക സീറ്. നിങ്ങക്ക് സീറുണ്ട്. ഇത് കേൾക്കുമ്പോത്തിന് ആ സീറുണ്ട്, എനിക്ക് സീറുണ്ട്. അതന്നെയാണ് കേക്കണ്ടേ. സീറുണ്ട്, സീറില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ തൃപ്തിപ്പെടൂല. സീറുണ്ട് ആർക്കാലും എന്നിട്ട് പേടിപ്പിക്കുകയാണേ. ഇല്ലെങ്കിൽ പ്രശ്നമാവും. അത് ഭയങ്കര പ്രശ്നമാണ്. ഉടനെ ചികിത്സിക്കണം, ഉടനെ മാറ്റണം. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് 3000 എത്ര 7800. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ മിക്ക ആളുകളും 90% ആളുകളും എന്നെ അനുകൂലിച്ചിട്ടാണ്. ഭയങ്കര കുറെ ഉമ്മമാരും കുറെ, അതായത് കൂടുതൽ നല്ല പ്രായമുള്ള ആളുകളാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് മോനെ കണ്ടിന്യൂ ചെയ്യണം, സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അവരൊക്കെ ഞാൻ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിൽ തങ്ങളുപ്പാപ്പനും താങ്ങി വന്ന കുറച്ച് മുത്തുമണികളുണ്ട്. ആ മുത്തുമണികൾ ഭയങ്കരമായിട്ട് എടാ ഈ സഹായിച്ചോ, അയാള് എത്തിങ്ങാനം ഉണ്ടാക്കിക്കണ്, അയാൾ ഇഫ്ലു കോളേജ് ഉണ്ടാക്കിക്കണ്, അയാള് വീട് വെച്ചെടുത്തിക്കണ്. ഇത് ഈ വീട് വെച്ച പൈസ ഇതൊക്കെ ആരെ കൊടുക്കണ പൈസ? ഇങ്ങളെ പോലത്തെ പൊട്ടന്മാര്, ബുദ്ധിയില്ലാത്ത ആളുകൾ കൊടുക്കണ പൈസയാണ്. അല്ലാതെ ഇയാള് നയിച്ച് ഇയാളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കല്ല. ഇയാൾ അതൊക്കെ ഒരു ഭാഗമാണ്, ബിസിനസിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചെയ്യണ ഒരാള് ഇങ്ങനൊക്കെ അയാളാണ് അയാളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അയാൾക്ക് 1 കോടി കിട്ടുകയാണെങ്കിൽ അയാൾ ഒരു 10 ലക്ഷം ഇതിക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതന്നെയാണിത്. എന്നാ അങ്ങനെയാണെങ്കിൽ അത്ര വലിയ ഈ സീറോണ്ടൊക്കെ കുടുങ്ങിക്കണ പാവപ്പെട്ടവർക്ക് എന്താ അങ്ങ് ഫ്രീ ആയി ചികിത്സിച്ചു കൊടുത്തൂടെ? ഇനി ആയിക്കോട്ടെ, അതിനെന്തൊക്കെ സാധനം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ആ സാധനം മാത്രം വാങ്ങാനുള്ള സംഭവം മാത്രം വാങ്ങിയിട്ട് ബാക്കി ഫ്രീ ആയി ചികിത്സ ചെയ്തെടുത്തൂടെ? 7800 റുപ്യക്ക് ജീവിതകാലം മുഴുവൻ ദീർഘായുസേ, മരിക്കുന്നവരെ ദീർഘായുസ് എന്നാ പറഞ്ഞത്. അതിനുള്ള ചികിത്സ തങ്ങളിപ്പാപ്പ നോക്കിക്കോളും. ബാക്കി കുറച്ച് ബുദ്ധി വേണ്ട ചെങ്ങായിമാരല്ല, ഉമ്മമാരാണിത്. ഉമ്മമാരും കുറെ താത്തമാരും, കുറെ അന്തം കൊണ്ടില്ലാത്ത താത്തമാര്. ഇതിനൊക്കെ എന്തിനാ പോണേ? ഇയാള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാക്സി ആയിട്ടും ഫുട്ബോൾ മാനേജറായിട്ടും ഗൾഫിലൊക്കെ ആയി നിന്ന ഒരാളാണ്. ഇങ്ങനെ വന്നപ്പോ ഒരു 2-3 വർഷം കൊണ്ട് ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ ബാത്തിലാക്കാന്, അപ്പൊ ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സംഭവമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതൊരാൾക്കും ഒരു 2 വർഷം ഇരുന്നാല് ഇൻഷാ അല്ലാ മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ സീറും. അത് ബാത്തിലാക്കാൻ, ഈ സീർ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അത് ബാത്തിലാക്കാനും കഴിയുന്നുള്ളതും ഇത്ര എളുപ്പമാണോ? ഇത്ര എളുപ്പമാണ് ഒരു സീറിനെ ബാത്തിലാക്കാൻ? അല്ലെങ്കിൽ ഇത്ര എളുപ്പമാണ് ഒരു സീറിനെ കുറിച്ച് പഠിക്കാനും അതിൽ ബാത്തിലാക്കേണ്ട കാര്യം പഠിക്കാനൊക്കെ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ പണിക്കുന്നാ പോരെ? കുറച്ച് ബോധം വേണ്ടേ? എന്റെ വീഡിയോ കണ്ടാണ്ട് ആരെങ്കിലും ഒക്കെ ഒരാൾ അതിന് പിന്തിരിയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത്രയും നല്ലത്. പിന്നെ ജൂനിയർ തങ്ങളുപ്പ, അതായത് നമ്മളെ ഈ തങ്ങളുപ്പാപ്പന്റെ അനിയൻകുട്ടൻ വെച്ചടി ബെറ്റർ ആയി കൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിലെ ഏർവാടി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കൊടിമരൊക്കെ നാട്ടിക്കണ്. അതേപോലെ തങ്ങളിപ്പ മറ്റേ പനിക്ക് ലൈം പറഞ്ഞു കൊടുത്തില്ലേ, അതേപോലെ തലവേദനക്ക് മറ്റൊരു മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് തങ്ങളിപ്പ. അതായത് ജൂനിയർ തങ്ങളിപ്പ മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കി. തങ്ങളിപ്പ തലവേദനിച്ച് സഹിക്കുന്നില്ല, അള്ളാഹു ശിഫ നൽകട്ടെ. ഒരു കോട്ടൺ തുണി ലേശം മഞ്ഞപ്പൊടി തേക്കുക, എന്നിട്ട് നല്ല ചുട്ടിയിട്ട് കത്തിക്കുക. കത്തിച്ചിട്ട് തിരിയാക്കുമ്പോൾ കെട്ടുമ്പോൾ പുക വരും. ആ പുക ശ്വസിച്ചപ്പോ തലവേദന മാറും. പിന്നെ തലവേദന ജന്മത്തിലുണ്ടേ വരില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാണുന്നില്ല തങ്ങൾ, ഇപ്പൊ ഞങ്ങളെ കാണുന്നില്ലേ? നിങ്ങൾ ഇന്നെ കാണുന്നുണ്ട്. ആ തലവേദന മാറാനല്ലേ മരുന്ന് പറഞ്ഞത്. മഞ്ഞപ്പൊടി ഒരു കോട്ടൺ തുണി, ചെറിയൊരു കോട്ടൺ തുണിയിൽ നല്ല തേക്കുക. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ നല്ല ചുട്ടിയിട്ട് കത്തിക്കുക. കത്തിച്ചിട്ട് അത് കെടുത്ത് തന്നെ ചോദിക്കല്ലേ, കെട്ടിയിട്ട് അതിന്റെ പുക ശ്വസിച്ചാണ് തലവേദന വരുന്നവർക്ക് ഉഷാറാട്ടെ. ഒരു 3 കൊല്ലം കൊണ്ട്, ഒരു 3 കൊല്ലം മതി. 3 കൊല്ലം കൊണ്ട് നമ്മളെ തങ്ങളിപ്പാപ്പന്റെ റേഞ്ചിക്ക് ജൂനിയർ തങ്ങൾ എത്തും, അനിയൻകുട്ടൻ എത്തും, ഉറപ്പാണ്. അതിങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തോണ്ട് നമ്മളെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അന്നൊരു അടിപൊളി തങ്ങളിപ്പാപ്പായിട്ട് ഉഷാറായിട്ട് ജൂനിയർ തങ്ങൾ വളരും. ഒരു 3 കൊല്ലം. പണ്ട് നമ്മുടെ തങ്ങളിപ്പാപ്പ എങ്ങനെയായിരുന്നു ഒരു 3 വർഷം മുമ്പ്? വീഡിയോയിലൊക്കെ സംസാരമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ സെറ്റാവും ജൂനിയർ തങ്ങളിപ്പ. എല്ലാരും വളരട്ടെ. കുറെ താത്തന്മാരുണ്ടല്ലോ ഇതിനൊക്കെ വളർത്താന് ബോധമില്ലാതെ അതിന്റെ കൂടെ ചെന്നിട്ട്. അപ്പൊ എല്ലാരും ചെല്ലി ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. റബി ലെവലൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ഓഫർ. എന്താണാവോ? ഓഫറാണ് 7800. മരണം വരെ ഒരു പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. തങ്ങളിപ്പ മാറ്റിത്തരും. എന്ത്
3-4 വർഷം മുമ്പ് അവിടെ ടാക്സി ഓടിച്ച് ഫുട്ബോൾ മാനേജറായി നടന്ന തങ്ങളിപ്പ ഈ വർഷം കൊണ്ട് ഇതൊക്കെ പഠിച്ച് കുറച്ചൊന്ന് ചിന്തിക്കുക, ഒരിച്ചിരി കുറച്ചൊരു ബോധം വെച്ച് ചിന്തിക്കുക. ഇത്ര എളുപ്പമാണ് ഇത് പഠിക്കാനും, ഇത്ര എളുപ്പമാണ് ഇത് ബാത്തിലാക്കാനും, പഠിക്കുന്നതൊക്കെ ഇത്ര എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യല്ലേ? ഇത്ര എളുപ്പമാണ് ഒരു സീറ് ബാത്തിലാക്കുന്നത്. അതിന് 1800, 3000, 7800 പൈസ. എത്ര പൈസ? ചിലപ്പോ ഒരു ദിവസം 500 റുപ്യ പോലും കിട്ടാത്ത ഫാമിലി ആയിരിക്കും. പട്ടിണി പോലെ മര്യാദക്ക് ഒന്ന് ജീവിക്കാൻ പോലും കഴിയാത്ത ഫാമിലിയിൽ നിന്നൊക്കെ കാര്യം ഇമാതിരി പൈസയും കൊണ്ട് ഇവരടുത്ത് ചെല്ലുക. എന്നിട്ട് ഇയാള് പേടിപ്പിക്കുക, പ്രശ്നമാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നാണ്. ഞാൻ പാർട്ട് 2 അല്ലത്, പാർട്ട് 2 അല്ല, പാർട്ട് 2 ആയിട്ട് വരും, ഉടനെ വരും. കുറെ കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാണ്ട്, കുറെ കാര്യങ്ങൾ അതിൽ സംസാരിക്കാണ്ട്. അതുകൊണ്ട് ഇതൊരു പാർട്ട് 2 ആയി നിങ്ങൾ കാണണ്ട. ഇതൊരു ഈ ഒരു സംഭവം പെട്ടെന്ന് കണ്ടപ്പോ ഇതിനെ കുറിച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നാണ്. നമ്മളാ വീഡിയോക്ക് അത്രയും വലിയ സപ്പോർട്ടാണ് എല്ലാവരും തന്നത്. 1,00,000 അടുത്ത ആളുകൾ അത് കാണാനായി. ആ വീഡിയോ കണ്ട് നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ കൂടി, കുറെ ഉമ്മമാരും കുറെ ഉപ്പമാരും, ആ രീതിയിലുള്ള ആ പ്രായത്തിലുള്ള ആളുകൾ വരെ നമ്മളൊപ്പം കൂടി. മോൻ പറയുന്നത് ശരിയാണ്, മോൻ ഇതേപോലത്തെ വീഡിയോ ഇനി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.